ബാല ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ടോ? ബാലക്ക് ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലിൽ അതും എനിക്ക് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ബാല അമൃത ഇഷ്യൂ ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുകയാണല്ലേ. ബാല എന്നും മോളെ ഭയങ്കര ഇഷ്ടമാണ്, സ്നേഹമാണെന്നൊക്കെ പറയും. അങ്ങനെ അവസാനം ആ മോള് പാപ്പു വന്നിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് അച്ഛനെ കാണണ്ട, അച്ഛനെന്ന രീതിയിൽ അദ്ദേഹത്തെ എനിക്ക് പല കാര്യങ്ങളും എനിക്ക് ഇഷ്ടമല്ല, ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരരുതെന്ന് പറഞ്ഞിട്ട് ആ മോളൊരു വീഡിയോ ആയിട്ട് വരുന്നു. അതിനുശേഷം ബാല അതിന് സെൻറ്റിമെൻറ്റ്സ് ആയിട്ടൊരു വീഡിയോ ആയിട്ട് വരുന്നു. അതിനുശേഷം അമൃത സുരേഷ് അവരും ഒരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിനെല്ലാത്തിനും അവരെ പറ്റിയിട്ട് നമ്മൾ 2 വീഡിയോ ചെയ്തിട്ട് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടോ? അപ്പോൾ എൻ്റെ ഭാഗം ഇനി ആരുടെ കൂടെ ഞാൻ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഈ ലഹരിയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ മകളും ഈ അമ്മയും ഈ അമൃതയും ഈ ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും നെഗറ്റീവായിട്ട് പറയുന്നൊരു കാര്യം ലഹരി ഉപയോഗിച്ച് അദ്ദേഹം അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. മദ്യപിച്ച് ഇതേപോലെ രക്തം തുപ്പി വന്നു എന്നൊക്കെയുള്ള വിഷയങ്ങളൊക്കെ ഇതിനു മുമ്പ് നമ്മൾ പലയിടത്തും കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ നമ്മൾ പലരും കൂടുതലും സപ്പോർട്ട് ബാലയ്ക്ക് തന്നെ. ബാലയ്ക്ക് സപ്പോർട്ട് വരുന്ന കാരണം കൊണ്ടല്ല, അദ്ദേഹം ഒരു തമിഴ് മലയാളം സംസാരിക്കുന്ന ഒരു പാവം മനുഷ്യൻ, കണ്ടാൽ തന്നെ പാവത്വം തോന്നും. പക്ഷേ എനിക്ക് അത്രയ്ക്ക് പാവത്വം പലപ്പോഴും തോന്നിയിട്ടില്ല. ഇപ്പോൾ ഉള്ള ഭാര്യ പോലും അദ്ദേഹത്തിൻ്റെ പേടിച്ച് നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടാൽ പല വീഡിയോയിൽ ഇതിൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. പിന്നെ അമൃതയുടെ ഭാഗത്ത് നോക്കുമ്പോൾ എനിക്ക് അവർ പേഴ്സണലി അറിയത്തൊന്നുമില്ല. പക്ഷേ അവർ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ സഹോദരിമാർക്ക് പലർക്കും പറ്റരുതാത്ത കാര്യങ്ങളാണ്, ഇനി ഒരിക്കലും വരാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതായത് സമൂഹത്തിൽ ഒരു ഭാര്യ ഭർത്താവ് ഒരുമിച്ച് ജീവിക്കുമ്പോൾ പുറത്ത് മാന്യനായിരിക്കും ഭർത്താവ്, അല്ലെങ്കിൽ പെണ്ണ് മാന്യനായിരിക്കും. ഇവരുടെ കുടുംബത്തിനകത്ത് കാര്യങ്ങൾ അവർക്കേ അറിയത്തുള്ളൂ. ഇന്ന് ഈ അമൃത വന്ന് പറയുന്ന വരെ നമുക്ക് അറിയത്തില്ല പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത്. അദ്ദേഹം മദ്യപിച്ച് വന്ന് വാളും വെച്ച് നടക്കുന്ന, ജീവിതം നശിപ്പിച്ച് കൂട്ടുകാരോട് അടിച്ചു പൊളിച്ച് വെള്ളം അടിച്ച് നടക്കുന്ന ഒരാളോട് ഒരു പെണ്ണ് എങ്ങനെ പിടിച്ച് നിൽക്കണം? അവസാനം പെണ്ണ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പെണ്ണിൻ്റെ കുറ്റം അല്ലേ? പെണ്ണിൻ്റെ കുറ്റമെന്ന് മാത്രമേ പറയപ്പെടത്തുള്ളൂ. ഇവിടെ ബാല പ്രൂവ് ചെയ്താണ് അദ്ദേഹത്തിന് ഉണ്ടായ വിഷയങ്ങൾ എങ്ങനെയാണെന്നും അദ്ദേഹം ആ ഓപ്പറേഷനിലേക്ക് വന്നത് എങ്ങനെയാണൊക്കെ പ്രൂവ് ചെയ്തൊരു വ്യക്തിയാണ്. പല വിഷയങ്ങളും നമ്മൾ അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളും കണ്ടാണ്. എനിക്ക് പൂർണ്ണമായിട്ട് ബാലയോട് യോജിക്കാൻ പറ്റുന്നില്ല. അമൃതയുടെ ഭാഗത്തുനിന്ന് പൂർണ്ണമായിട്ട് എനിക്ക് അമൃതയെ അറിയാത്തതുകൊണ്ട് പൂർണ്ണമായിട്ട് അമൃതയെ ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ ആ കുഞ്ഞ് ഇതിൻ്റെ രണ്ടിൻ്റെയും പേരിൽ അത് വിഷമിക്കപ്പെടരുത്. അതിന് എവിടെ സന്തോഷം അവിടെ നിൽക്കട്ടെ, അതിനെ ടോർച്ചർ ചെയ്യരുത്. അമ്മയുടെ കൂടെ നിൽക്കുന്നെങ്കിൽ അതിന് അമ്മയുടെ കൂടെ നിൽക്കട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇതിന് പ്രതികരണമായിട്ട് ബാലയുടെയും അമൃതയുടെയും ഒരു ഡ്രൈവർ ഇർഷാദ് അദ്ദേഹം വന്നിട്ടുണ്ട്. അന്നത്തെ ഡ്രൈവറായിരുന്നു. ഈ ബാലയുടെ ഒരുപാട് ക്രൂരത അയാൾക്കും അനുഭവിക്കപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നു. അദ്ദേഹം തുറന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതിവിടെ കേൾക്കണം, അതിവിടെ ചർച്ച ചെയ്യണം. ഈ വിഷയം എന്തായാലും നമ്മൾ തുടങ്ങി വെച്ചതാണ്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഡയറക്റ്റ് പോവാം. ഹായ്, ഞാൻ ഇർഷാദ്. ഞാൻ ബാലയുടെയും അമൃത ചേച്ചിയുടെ ഡ്രൈവറായിരുന്നു. 2010 ഞാൻ ബാലയുടെ ഡ്രൈവറായിട്ട് കയറിയത്. അവരെ കല്യാണം കഴിഞ്ഞ് കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഞാൻ അവരൊപ്പം കൂടിയത്. അവർ പിരിയുന്നവരെ ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്നു. പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. ബാല ചേച്ചിയുടെ ഉപദ്രവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പിരിഞ്ഞ ശേഷം ഞാൻ നേരെ ചേച്ചിയോടൊപ്പം പോവുകയും ചെയ്തു. അതെല്ലാം കണ്ടിട്ട് അന്നൊന്നും ഇങ്ങേര് വന്ന് പറഞ്ഞില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇദ്ദേഹം പറയുന്നുണ്ട്? ഇദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, പക്ഷേ ഇന്നെങ്കിലും വന്ന് പറഞ്ഞല്ലോ. കാരണം പോകാൻ കാരണങ്ങളുണ്ട്. കാരണം ചേച്ചിനെ പുള്ളിക്കാരൻ ടോർച്ചർ ചെയ്യണതും, പിന്നെ എനിക്കന്ന് 18 വയസ്സ് അന്നവരെയും പുള്ളിക്കാരൻ അടിച്ച് എന്നെ ചവിട്ടിന്ന് മൂക്കിന്ന് വരെ ബ്ലഡ് വന്നിട്ടുണ്ട്. ചവിട്ടിന്ന് മൂക്കിന്ന് ബ്ലഡൊക്കെ വന്നു അദ്ദേഹം ഉപദ്രവിച്ചിട്ട് ബാല. പക്ഷേ അദ്ദേഹം ഇവിടെ പരാതിപ്പെട്ടില്ല. പക്ഷേ അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, 18 വയസ്സ്. എന്തുകൊണ്ട് 18 വയസ്സെന്ന് പറയുന്ന പക്വത ആവുന്നൊരു പ്രായം മാത്രം, ഒരു കുഞ്ഞു പ്രായമാണ്. ഓക്കെ, ഇതിന് മുമ്പും ബാലയുടെ വീഡിയോ ഇദ്ദേഹം ഇട്ടിട്ടുണ്ടെന്ന്, ബാല അത് ഇദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി റിമൂവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടെന്ന് വരെ ഇദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ ഇനി ഇദ്ദേഹം ഇത് പറയാൻ ഉണ്ടായ സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് കേൾക്കാം. ഞാൻ ചെറുതാണ്, എനിക്ക് തിരിച്ച് പ്രതികരിക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. പക്ഷെ അത് മാത്രമല്ല, എനിക്ക് ആളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു. പിന്നെ ചേച്ചിയുടെ കുടുംബമായാലും ചേച്ചിയായാലും എന്താ പറയുക, ചേച്ചിയുടെ അമ്മയ്ക്കൊക്കെ തന്നെ ഒരു മകനെ പോലെ ആയിരുന്നു, ചേച്ചിക്ക് തന്നെ ഒരു ആങ്ങളെ പോലെ ആയിരുന്നു. അങ്ങനെയാണ് അവരെന്നെ കണ്ടിരുന്നത്. അപ്പോൾ എനിക്ക് അവരൊപ്പം നിൽക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ അത് പോയി. പിന്നെ ഇപ്പം ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇന്നലെ ചേച്ചിയുടെയും പാപ്പുവിൻ്റെയും വീഡിയോ കണ്ടിരുന്നു. ആ പാപ്പുവിൻ്റെ വീഡിയോയുടെ അടിയിൽ വന്ന് കമന്റ് ഞാൻ വായിച്ചു, പാപ്പുവിനെ കൊണ്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചാണെന്ന്. ഒരിക്കലും ചേച്ചിയോ അമ്മയോ അബിയോ ആരും പറഞ്ഞ് ചെയ്യിപ്പിക്കില്ല. കാരണം പാപ്പുവിനെ മീഡിയയുടെ ഇതിലേക്ക് കൊണ്ടുവരാൻ അവർക്ക് ഒട്ടും താല്പര്യമില്ല. പിന്നെ അവർക്ക് പറഞ്ഞ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ പണ്ടേ ഇവർക്ക് ചെയ്യിപ്പിക്കായിരുന്നു. അതെനിക്കും സംശയം തോന്നിയ കാര്യം. പലരും പറയുന്നുണ്ടായിരുന്നു ആ കുഞ്ഞിനെ കൊണ്ട് പറഞ്ഞ് ചെയ്യിപ്പിച്ചത്. പക്ഷേ അത് നമ്മളെപ്പോഴും ചിന്തിച്ചൂടെ, 12 വയസ്സാവുന്നിടം വരെ വെയിറ്റ് ചെയ്യണ്ടല്ലോ. അപ്പോൾ 10 വയസ്സുള്ളപ്പോഴേ പറയിപ്പിക്കാമല്ലോ. അങ്ങനെ പറയിപ്പിക്കാനാണെങ്കിൽ. മാത്രമല്ല, എനിക്കത് കണ്ടപ്പോൾ മനസ്സിലായത്, ആ കുട്ടിക്ക് പലയിടത്തു നിന്നുള്ള ടോർച്ചർ, സുഹൃത്തുക്കളൊക്കെ എന്നിട്ട് പറയുന്നത് നിൻ്റെ അച്ഛൻ അത് ഇവിടെ നിന്ന് പറയുന്നല്ലോ എന്നൊക്കെ പറയുന്ന ഈ കുഞ്ഞ് കേട്ടിട്ട് ഇതിന് ദേഷ്യം തോന്നിയിട്ട് ഇത് എടുത്തു വെച്ചിട്ട് ചെയ്ത കാര്യമാണ്. ഒരുപക്ഷെ മാതാവിൻ്റെ വിഷമം കണ്ടിട്ടും മാതാവിൻ്റെ വീട്ടുകാരുടെ വിഷമം കണ്ടിട്ടും ആയിരിക്കാം. പക്ഷേ അത് അപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, ഒരു കോള് കൊണ്ടോ ഒരു ലെറ്റർ കൊണ്ടോ എന്നെ ഈ അച്ഛൻ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ആ കുഞ്ഞ് ചോദിക്കുമ്പോൾ, ഇദ്ദേഹം സോഷ്യൽ മീഡിയയിൽ ഇത് പലതും കാണിക്കുന്നുണ്ട്. അപ്പോൾ വേണമെങ്കിൽ പറയാം, അമ്മ അടുത്തേക്ക് കോൾ എടുക്കാൻ സമ്മതിച്ചില്ല, ലെറ്റർ കൊടുക്കാൻ സമ്മതിച്ചില്ല. ഇദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ, ഞാൻ ഇന്നലെ ചോദിച്ചൊരു കാര്യമുണ്ട്, ഇദ്ദേഹത്തിന് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഇരുന്നിട്ട് എൻ്റെ മോളെ എനിക്ക് ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല, അതുകൊണ്ട് ഞാനൊരു വീഡിയോ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാൾക്ക് ആഴ്ചയിലോ മാസത്തിലോ ഓരോ വീഡിയോ ആ മോളോട് പറയാനുള്ള കാര്യങ്ങൾ പറയാമല്ലോ. ഇയാൾ സോഷ്യൽ മീഡിയയിൽ എല്ലാം പറയുന്നുണ്ടല്ലോ മാധ്യമങ്ങളോട്. അതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ബാല എല്ലാവരും അങ്ങ് പുണ്യാളവൽക്കരിക്കരുത് ദയവ് ചെയ്തിട്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് രോഗം വന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടായ പിഴവ് കൊണ്ട് അദ്ദേഹം വരുത്തി വെച്ചത്. അതിനെയൊന്നും നമ്മൾ ഒരിക്കലും എൻ്റർടൈൻ ചെയ്യരുത് അങ്ങനത്തെ വിഷയങ്ങളെ. സമൂഹത്തിൽ എത്ര നല്ലവനാണ്, എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും
കാരണം ഒരാൾക്ക് രോഗം എന്ന് പറയുന്നത് അയാളുടെ എന്താ പറയുക ഓട്ടോമാറ്റിക്കലി വന്നതല്ല. ചിലർ രോഗങ്ങൾ ഓട്ടോമാറ്റിക്കലി വരും, നമുക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചിലർ രോഗങ്ങൾ വിളിച്ചു വരുത്തും. അങ്ങനെയുള്ളവർ ഒരിക്കലും ഒരു തരത്തിലും പ്രോത്സാഹിപ്പിക്കരുതെന്നേ ഞാൻ പറയത്തുള്ളൂ. 14 വർഷമായിട്ട് എന്നോട് ഇതുവരെയും അമ്മയായാലും ചേച്ചിയായാലും അബിയായാലും അച്ഛൻ മരിച്ചുപോയി അച്ഛനായാലും ഇതുവരെയും എന്നോട് പറഞ്ഞിട്ടില്ല അവർ. നിർഷാദെ, എല്ലാ സത്യങ്ങളും നിനക്കറിയാം, നീ കണ്ണോട് കണ്ടതല്ലേ, നിനക്കൊരു വീഡിയോ ആക്കി ഇട്ടൂടെ, നിനക്ക് പറഞ്ഞൂടെ. ഇതുവരെയും അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടില്ല, ഇങ്ങനെ ചെയ്യാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ കാരണം ഇപ്പം നിങ്ങൾ ആലോചിക്കും, ഇത്ര നാൾ നീ എവിടെയായിരുന്നു, ഇത്ര നാൾ ഞാൻ മിണ്ടാണ്ടിരുന്നതാ. ആ മിണ്ടാതിരിക്കൽ നമ്മുടെ ചില സൈലൻസ് ചിലത് പ്രശ്നങ്ങൾ. ചിലത് നമ്മൾ മിണ്ടാതിരുന്നാൽ വിചാരിക്കുക വിഷയങ്ങൾ തീരുമെന്ന്. പക്ഷേ ചില വിഷയങ്ങൾ ഈ വിഷയങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ തീരത്തില്ല. വിഷയങ്ങൾ പ്രതികരിച്ച് തന്നെ തീർക്കണം. ഇതൊക്കെ നേരത്തെ വന്ന് പറയേണ്ടതായിരുന്നു. ഞാൻ ഈ പറയുന്നിട്ട് ഒരാളുടെ ഭാഗത്തു നിന്ന് പറയത്തൊന്നുമില്ല. തെറ്റ് കണ്ടാൽ തെറ്റ് പറയും. കഴിഞ്ഞ ദിവസം തന്നെ അമൃതയുടെ കാര്യം പറഞ്ഞല്ലോ. 18ാമത്തെ വയസ്സിൽ അമൃത ബാലയുടെ കല്യാണം കഴിക്കുന്ന ഒരു ശാഠ്യം പിടിച്ചത് മാതാപിതാക്കൾ എതിർത്തിട്ടും ശാഠ്യം പിടിച്ച് കല്യാണം കഴിക്കാൻ പോയത് അവരുടെ തെറ്റ് തന്നെയാണ്. അവർ ഇന്ന് അതിൽ ഖേദിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പല പെൺകുട്ടികളും ആലോചിച്ചോണം, ഏതെങ്കിലും ഒരുത്തനെ എവിടെയെങ്കിലും ഒന്ന് കണ്ട് ചാടിക്കയറി പോകാൻ നോക്കരുത്. നമ്മുടെ ഭാവി നമ്മൾ ചിന്തിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞിരുന്നത് നമ്മുടെ നല്ലതിന് വേണ്ടിയായിരിക്കും. തിരിച്ച് വരുമ്പോൾ നമ്മളെ കൈ നീട്ടി അവർ സ്വീകരിക്കണം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി തിരിച്ച് വരുമ്പോൾ സ്വീകരിക്കണമെങ്കിൽ പോലും അവരുടെ ഹാപ്പിനെസ്സോടെ നോക്കണം. അല്ലാതെ തോന്നിയവനെ കണ്ട് ഏതെങ്കിലും ഇതിലിറങ്ങി പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഒരു പക്ഷേ എല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്നില്ല. പക്ഷേ അമൃതയുടെ അമ്മയും അച്ഛനും അമൃതയെ പൊന്നുപോലെ നോക്കുന്നു, ഇന്നും നോക്കുന്നു. അത് പക്ഷേ എല്ലാ കുടുംബത്തിലും എല്ലാ പെൺകുട്ടികൾക്കും കിട്ടണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇച്ചിരി പക്വതയോടെ തീരുമാനിക്കണം. 18 വയസ്സോ 20 വയസ്സോ ആവുന്ന ഉടനെ അങ്ങ് ഇറങ്ങി പോകാൻ തീരുമാനിക്കരുത്. അതിലെല്ലാവരെയും ഇൻക്ലൂഡ് ആക്കിയിട്ട് നല്ല രീതിയിൽ പഠിച്ചതിന് ശേഷം മാത്രം എല്ലാത്തിനും ഇറങ്ങി. എനിക്ക് പാപ്പുവിനും ചേച്ചനും ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അത്ര വിഷമമായുണ്ട്. ഈ വീഡിയോ പോലും അവർക്കറിയില്ല. അവർ ആ വീഡിയോ പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. അതൊന്നും നുണയല്ല അവർ പറഞ്ഞത്, സത്യസന്ധമായ കാര്യങ്ങളാണ് അവർ പറഞ്ഞിട്ടിരുന്നത്. പിന്നെ എനിക്ക് പറയാനാണെങ്കിൽ ഇതല്ല, ഇതിൽ കൂടെ ഒരുപാട് പറയാനുണ്ട്. ഇനിയും കേരളത്തിലെ ജനങ്ങളോട് ഞാൻ പറയുന്നു. കാരണം അവർ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞാൻ ഈ വീഡിയോ ഞാൻ നിർത്തില്ല. എനിക്കും പല കാര്യങ്ങളും പലതും എനിക്ക് തുറന്ന് പറയേണ്ടി വരും. തുറന്ന് പറയൂ, എല്ലാം പറഞ്ഞ് അവിടെ തീർക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെ ഓരോ വീഡിയോ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഡെയിലി നമുക്ക് ഓരോ വീഡിയോ ചെയ്യാനൊന്നും സമയമില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാം പറഞ്ഞ് കാര്യങ്ങൾ ക്ലോസ് ചെയ്ത് പോകും. എന്തൊക്കെയാണെങ്കിലും ഇത് കേസും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയിട്ടൊന്നും ആവുന്നില്ല. സോഷ്യൽ മീഡിയ ഉള്ളിടത്തോളം കാലം ഇതിൽ വന്ന് അങ്ങനെ കരുവാഴ്ത്തിയിരിക്കുന്നതിനെക്കാട്ടിയാലും മൊത്തം പറഞ്ഞ് തീർക്ക്. എന്തായാലും ഇവർക്ക് തമ്മിൽ പറഞ്ഞ് തീർക്കാൻ പറ്റത്തില്ല. ഇനിയിപ്പം ഇത് പറഞ്ഞതിൻ്റെ പേരിൽ ബാല തോക്കും കൊണ്ട് വരുമോ എന്നുള്ളത് ബാക്കി കണ്ടറിയാം. ഞാൻ തുറന്ന് പറയുകയും ചെയ്യും. കാരണം അവരെ ജീവിതമായിട്ട് അവർ മുന്നോട്ട് പോയിക്കോട്ടെ. അവർ പരമാവധി സഹിച്ച്. ഇതുവരെയും ചേച്ചി പ്രതികരിച്ചിട്ടുണ്ടായില്ല ഒരു വീഡിയോയിൽ. എല്ലാവരും ചേച്ചിയോട് പ്രതികരിക്കാൻ പറയുമ്പോഴും ചേച്ചി എന്താ സൈലന്റ് ആയി പോയത്? വേണ്ട, ഞാൻ അത് ചേച്ചി പ്രതികരിച്ച് ആ കൊച്ചിനെ അതിൻ്റെ ഒത്ത് ഇൻക്ലൂഡ് ആക്കി. അതിന്റെ പേരിലൊക്കെ ചേച്ചിയും ഒന്നും ഇത്ര നാളൊന്നും പ്രതികരിക്കും. അത് വളരെ കറക്റ്റ് കാര്യം. അമൃത ഇത്രയും കാലം പ്രതികരിച്ചില്ല. അവസാനം എനിക്ക് തോന്നുന്നു നാളെ കുട്ടിയെ ചേരം കടിക്കുമെന്ന് പറഞ്ഞാൽ ആ കുഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് അമൃത വന്ന് സംസാരിച്ച് കുറേ കാര്യങ്ങൾ ഒരു 33 മിനിറ്റുള്ള വീഡിയോ ഇട്ടത്. എനിക്ക് അമൃത ഞാൻ പറയുന്നത് പേഴ്സണലി എനിക്ക് പരിചയമില്ല. പക്ഷേ അവരുടെ ആ ഒരു വാക്കുകളിൽ നിന്നും ചില കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞ സത്യമാണെന്ന് തന്നെ തോന്നുന്നു. അവരൊരു പെൺകുട്ടി കല്യാണം കഴിച്ച് അതിൻ്റെ ഒരു ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കും പല പെൺകുട്ടികളും ജീവിക്കുന്നത്. അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഭർത്താവിൻ്റെ വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ ഈ പെൺകുട്ടിയുടെ ഇഷ്ടത്തിൽ കല്യാണം കഴിച്ച് പോകുന്നതാണെങ്കിൽ വീട്ടിൽ സ്വന്തം പെണ്ണിൻ്റെ വീട്ടിൽ പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അവിടെ ആയിരിക്കും ഈ പെൺകൊച്ചി ടോർച്ചർ അനുഭവിച്ചുകൊണ്ടിരുന്നത്. മദ്യപിച്ച് വരുന്നു, ആൾ വെച്ച് ചോര ഛർദ്ദിച്ച് കിടക്കുന്നു, പ്രശ്നങ്ങൾ. ഇത് ഈ പെൺകൊച്ചിന് വീട്ടിൽ പറയാൻ പറ്റുന്നില്ല. അങ്ങനെ അവസാന നിമിഷം ഗതി കെട്ടാതെ വീട്ടിൽ നിന്ന് ഇറങ്ങുക ചെയ്യുന്നത്. കാരണം ചിട്ടയല്ലാത്ത ജീവിതം അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിട്ടയില്ലാത്ത എന്താ പറയുക, ചട്ട ഇളകിയ പുസ്തകം പോലെ ഇത് ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ അത് വെട്ടുപോകുന്നുള്ളത് കൊണ്ട് അത് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. അതുപോലെ തന്നെ തൽഫലമായിട്ട് എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് അതിൻ്റെ ഫലമായിട്ട് തന്നെയല്ലേ അദ്ദേഹത്തിന് ഈ ട്രീറ്റ്മെൻറ്റൊക്കെ വേണ്ടി വന്നത്. അവിടെ നിന്ന് മാറാത്തതുകൊണ്ടല്ലേ ആ പ്രശ്നം വന്നത്. ഞാൻ പറയുന്നത് ചിലരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, രോഗികളൊക്കെ നമ്മൾ ഒരുപാട് സപ്പോർട്ട് ചെയ്യണം. പക്ഷേ അത് താൻ വരുത്തി വെക്കുന്നവന്മാരെ ഒരുത്തനായാലും ഒരുത്തിയാണെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ലെന്നതിന് എനിക്ക് പറയാനുള്ളൂ. ഈ മദ്യമാണ് ഈ ലഹരി തന്നെ പ്രത്യേകിച്ച് അതിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആരോഗ്യത്തിന് ഹാനികരം. ഇത് എഴുതി മനസ്സിലായിക്കൊണ്ട് എടുത്ത് വാരി മാക്കം കുടിക്കുന്ന ഏതവനാണെങ്കിലും അവൻ ഏതൊക്കെ രോഗം വന്നാലും പട്ടി തിരിഞ്ഞു നോക്കുന്ന പോലും നോക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം എന്ന് പറഞ്ഞാൽ അതൊക്കെ സ്വയമായിട്ട് വരുത്തി വെക്കുന്നതാണ്. കയ്യിലെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ മേടിക്കുന്ന പോലെ ചെയ്യുന്നതാണ്. അവനെ ഒന്നും ഒരിക്കലും ഒരു രീതിയിലും സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് പറ്റത്തില്ല. ഇത് ബാല ഞാൻ ഭീഷണിപ്പെടുത്താനായിട്ട് തോന്നണ്ട. കാരണം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ട് ബാല എന്നെ ഭീഷണിപ്പെടുത്തിയ വീഡിയോ ബാല ഇട്ടിരുന്നു. ഒരു ചിന്ന പയ്യൻ അവൻ വന്ന് എന്നെ എന്തൊക്കെ പറഞ്ഞ് ഓർമ്മയുണ്ട്, ബാല ഓർമ്മയുണ്ടാവും. എന്നെ അന്ന് പേടിപ്പിച്ച് എന്നെ വീഡിയോ ഡിലീറ്റ് ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അത് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അന്നത്തെ കാലത്ത് അതും എനിക്ക് പറയാൻ ഇപ്പോൾ താല്പര്യമില്ല. പക്ഷെ അത് ഇനി അങ്ങോട്ട് ഇവരെ ദ്രോഹിക്കുകയാണെങ്കിൽ എനിക്ക് പറയേണ്ടി വരും. ഓക്കെ, അന്ന് ബാലയെ പറ്റി ഇദ്ദേഹം ഒരു വീഡിയോ ഇട്ടെന്ന് പറയുന്നത് ഇദ്ദേഹം ബാലയുടെ അമൃതയുടെ ആദ്യത്തെ ഡ്രൈവറാണ്. 18 വയസ്സുള്ളപ്പോൾ ഇദ്ദേഹം അവരുടെ കൂടെ കൂടിയതാണ് എന്ന് പറയുന്നുണ്ട്. ആ വീഡിയോ ഒരു ഇട്ടിട്ടുണ്ട്. ഇദ്ദേഹം റിമൂവ് ചെയ്തു എന്ന് പറയുന്നത് ബാല ഭീഷണിപ്പെടുത്തിയിട്ട്. ഇതും ചിലപ്പോൾ ഭീഷണിപ്പെടുത്തി റിമൂവ് ചെയ്യിപ്പിക്കാൻ പറ്റുമായിരിക്കും. ഇനി പറ്റത്തില്ല. ഓൾറെഡി നമ്മളെപ്പോലുള്ള ആളുകൾ ഈ വീഡിയോ എടുത്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ റിയാക്ട് ചെയ്തുകൊണ്ട് പല ആളുകളും റിയാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര പേരെടുത്ത് ബാല തോക്കും കൊണ്ട് ചെല്ലും? അന്ന് ആറാട്ടൻ്റെ അടുത്തായിരുന്നോ അതോ മറ്റേ ചെകുത്താൻ്റെ അടുത്ത് കണ്ടാന്ന് തോന്നുന്നു ബാല തോക്കുമായിട്ട് ചെന്നു. എല്ലായിടത്തും നടക്കത്തില്ല. എല്ലായിടത്തും നടക്കത്തില്ല. എത്ര പേരെ നമുക്ക് തോപ്പിക്കാൻ പറ്റും? തോക്കും കൊണ്ട് വരുവാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പേടിക്കും. നമ്മളൊന്നും യന്ത്രത്തിന് മുന്നിൽ നമ്മൾ പിടിച്ച് നിൽക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ തോക്ക് കാണുമ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള ഈ ലോകത്തുള്ള പല ആളുകളും പേടിക്കും. പക്ഷേ എത്ര പേരെ തോക്ക് കാണിച്ച് പേടിപ്പിക്കാൻ പറ്റും? ആ തോക്കിൽ എത്ര ഉണ്ടയുണ്ട്?
നിറയ്ക്കുന്ന തോക്കിൽ എത്ര ഉണ്ട് നിങ്ങൾക്ക് നിറയ്ക്കാൻ പറ്റും, എത്ര പേരെ നേരം നിങ്ങൾക്ക് നിറയൊഴിക്കാൻ പറ്റും, അതിനുശേഷം ബാക്കിയുള്ളവരെ തകർക്കാൻ പറ്റും. അതുകൊണ്ട് എന്നും ഈ പറയുന്ന തൊട്ട് സത്യത്തിൻ്റെ മുഖം മൂടി വെക്കാനൊന്നും പറ്റത്തില്ല. ഒരു നാൾ മറന്നീക്ക് പുറത്ത് വരിക തന്നെ ചെയ്യും എൻ്റെ പൊന്നു ബാല. അതുപോലെ തന്നെ ബാലയെ സപ്പോർട്ട് ചെയ്യുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മളെ പെങ്ങളെന്നുള്ള രീതിയിൽ ആ പെൺകുട്ടിയെ കാണുക, നമ്മുടെ സഹോദരൻ്റെ രീതിയിൽ ബാലയും കാണുക, എന്നിട്ട് നമ്മൾ ചിന്തിക്കുക, ഇത് നമ്മുടെ മനസ്സിലിട്ട് ചിന്തിക്കുക. നമ്മൾ മുൻവിധിയോടുകൂടി, ഞാൻ പറയുന്നു മുൻവിധിയോടി ഒരാൾ ശരിയെന്ന് കരുതി ചിന്തിക്കാതിരിക്കുക. മുൻവിധിയോടുകൂടി അമൃത ശരിയാണെന്ന് കരുതിയോ, മുൻവിധിയോടുകൂടി ബാല ശരിയാണെന്ന് കരുതിയോ, മുൻവിധിയോടുകൂടി അമൃത തെറ്റാണെന്ന് കരുതിയോ, മുൻവിധിയോടുകൂടി ബാല തെറ്റാണെന്ന് കരുതിയോ അല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. മൊത്തത്തിൽ വിഷയങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ മുന്നിലേക്ക് പോയി സൈബർ ബുള്ളിങ്ങിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി വിടുക. എനിക്ക് അതേ പറയാനുള്ളൂ. ആ പെങ്കൊച്ചിനെയും അതിൻ്റെ വീട്ടുകാരെയും ഈ ബാലയെയും സൈബർ ബുള്ളിങ്ങിൽ നിന്ന് രക്ഷപ്പെടുത്തി അവരെ വഴിക്ക് വിടുക. പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന ഓരോ കാര്യങ്ങൾ സംസാരിച്ച് ചർച്ച ചെയ്ത് അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും കോലാഹലങ്ങളും ബുദ്ധിമുട്ടും ഉണ്ടാക്കി ആ 12 വയസ്സുള്ള ആ കുഞ്ഞിനെ മുതൽ പ്രശ്നങ്ങളിലാക്കി അതിൻ്റെ ജീവിതം തകർക്കാതെ ദയവ് ചെയ്തിട്ട് അവരുടെ പാട്ടിന് വിടുക. അവർ ജീവിക്കട്ടെ ഹാപ്പി ആയിട്ട്. നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, വാർത്ത നമുക്ക് വേറെയും കിട്ടും. അതുകൊണ്ട് വൈൻഡ് അപ്പ് ചെയ്യുന്ന ഇറ്റ്സ് മീ അൽതാഫ് സൈനിങ് ഔട്ട്.